കുരിശിൻ്റെ വഴി ആരംഭിക്കുകയാണ്. കുരിശിലേക്ക് ഉറ്റുനോക്കി ഒരു 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെങ്കിലും കണ്ടെത്തി വേണം നമ്മൾ ഈ യാത്ര ആരംഭിക്കാൻ. 1. എന്താണ് ഈ കുരിശ്? റോമാക്കാർ അവരെ പടയോട്ടങ്ങൾക്കിടയിൽ പേർഷ്യയിൽ നിന്ന് കണ്ടെത്തിയ കഴമരമായിരുന്നു കുരിശ്. തങ്ങളുടെ പൗരന്മാർക്ക് വേണ്ടി അവരത് കരുതി വച്ചിരുന്നില്ല. അത്രയും നിന്ദ്യമായ ഒരു ശിക്ഷാരീതിയായിട്ടാണ് അവരതിനെ പരിഗണിച്ചത്. കുരിശിൽ തറക്കപ്പെടുക എന്നല്ല, എറിയുക എന്നർത്ഥം വരുന്നൊരു വാക്കാണ് ഉപയോഗിച്ച് കാണുന്നത്. ഒരു ഉച്ചാരണ ക്രിയ കണക്കാണ്. കുറ്റവാളിയുടെ രക്തം ഭൂമിയിൽ വീണ് കഴിഞ്ഞെന്നാൽ ആ രക്തം ഭൂമിക്ക് ശാപമായി മാറുമെന്നുള്ള സങ്കല്പത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് കുരിശെന്ന് പറയുന്ന കഴമരം. 2. ആരാണ് ഈ കുരിശിൽ? ആർക്കെന്നിൽ കുറ്റമാരോപിക്കാനാവുമെന്ന് ലോകത്തോട് നോക്കി ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരാൾ. നിഷ്കളങ്കതയുടെയും നൈർമല്യത്തിൻ്റെയും ഒക്കെ അവസാനത്തെ വാക്ക്. 3. ചേരുംപടി ചേരാൻ പാടില്ലാത്ത ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഒന്നായത്? കഠിന ശിക്ഷയുടെ കഴുമരമായ കുരിശും നൈർമല്യത്തിൻ്റെ അവസാനത്തെ വാക്കായ യേശു. വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്, തൻ്റെ ക്ഷതങ്ങളാൽ അവൻ നമ്മളെ സൗഖ്യപ്പെടുത്തി. അവൻ്റെ ആണിപ്പാടുള്ള പാദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കുരിശിൻ്റെ വഴി ആരംഭിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങയുടെ ക്ഷതങ്ങളാൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ ജീവിതം കുറേ കൂടി പ്രകാശവും സൗഖ്യവും അർഹിക്കുന്നുണ്ട്. ആമേൻ. ഒന്നാം സ്ഥലം, യേശു മരണത്തിനായി വിധിക്കപ്പെടുന്നു. പിലാത്തോസ് ചെയ്തതെല്ലാം തെറ്റായിരുന്നു. അതിൻ്റെയിൽ അയാളിന് സംഭവിച്ച ഏകശരി അടിമുടി ഒറ്റമുറിവായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ വിട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞതാണ്, നോക്കൂ മനുഷ്യൻ, ബിഹോൾ മാൻ. അയാളുടെ ഭാഷയിൽ ഏച്ച് ഹോമോ. മനുഷ്യരുടെ വ്യസനങ്ങളിലേക്ക് ഉറ്റുനോക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. രണ്ടാം സ്ഥലം, യേശു കുരിശ് ചുമക്കുന്നു. കുറുകനെയും വിലങ്ങനെയും കെട്ടിവെച്ച 2 തടിക്കഷ്ണങ്ങളല്ല കുരിശ്. മനുഷ്യദുഃഖങ്ങളുടെ സമുച്ചയമാണ്. ക്രോസ് ഇസ് എ സം ടോട്ടൽ ഓഫ് ഹ്യൂമൻ പെയിൻ. നമുക്ക് സങ്കല്പിക്കാവുന്ന എല്ലാ ദുഃഖങ്ങളും തന്നെ. ഗർഭപാത്രത്തിൽ സംശയിക്കപ്പെട്ട കുഞ്ഞു മുതൽ ചിതറിയ ജീവിതം വരെ ഒരാൾ കടന്നു പോകേണ്ടി വരുന്ന എല്ലാ ദുഃഖങ്ങളും കുരിശിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ സങ്കടത്തെ അവൻ്റെ സങ്കടത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുമ്പോഴാണ് കുരിശിൻ്റെ സമാശ്വാസം ലഭിക്കുക. എൻ്റെ സങ്കടങ്ങളുടെ അഗാധങ്ങളിൽ കടന്നുപോയ ഒരാൾക്ക് എന്നെ പിടുത്തം കിട്ടും. അയാൾക്ക് മാത്രമേ എന്നെ പിടുത്തം കിട്ടുകയുള്ളൂ. ആമേൻ. മൂന്നാം സ്ഥലം, യേശുവിൻ്റെ വീഴ്ച. എന്തുമാത്രം കടമ്പുകൾ തട്ടി വീണ പാവം മനുഷ്യരാണ് നമ്മൾ. ഇടർച്ചകൾ, പ്രലോഭനങ്ങൾ, തീവ്ര വിഷാദങ്ങൾ, ഓരോ നിമിഷവും ഇങ്ങനെ ഇടറി വീഴുന്ന മനുഷ്യൻ്റെ പക്ഷം ചേരുകയാണ് അയാൾ. അങ്ങ് ഞങ്ങളുടെ കുലീനതയെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പ്രാർത്ഥനയുണ്ട് കുർബാനക്രമത്തിൽ. ലോർഡ്, യു കെയിം ടു ഫെച്ച് അസ് അവർ ഡിഗ്നിറ്റി. ഞങ്ങളുടെ കുലീനതയെ വീണ്ടെടുക്കാൻ വന്നവനെ, വീണപ്പോൾ ഞങ്ങളോടൊപ്പം വീഴുകയും എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നവനെ. ആമേൻ. നാലാം ഇടത്തിൽ യേശു തൻ്റെ അമ്മയെ അഭിമുഖീകരിക്കുകയാണ്. മേരി. ബിലവഡ് എന്നാണ്, പ്രിയമുള്ളവൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരമ്മയ്ക്കും ഒരു മകൻ്റെയോ മകളുടെയോ ജീവിതത്തിൻ്റെ ഗതികളെ മെച്ചപ്പെടുത്താനായിട്ടുള്ള സ്വാതന്ത്ര്യമോ സാവകാശമോ അവകാശമോ ഇല്ല. എന്നിട്ടും അവരുറപ്പുവരുത്തുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. കഠിന യാത്രകളിൽ, സഹനയാത്രകളിൽ ഇങ്ങനെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ധൈര്യം. നമുക്ക് നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കാം. ജീവിച്ചിരിക്കുകയോ കടന്നു പോവുകയോ ചെയ്ത
നമ്മുടെ അമ്മമാർ. ആമേൻ. അഞ്ചാമിടത്തിൽ ശിമയോൻ എന്ന് പറയുന്നൊരു വഴിയാത്രികൻ അവനെ കുരിശ് ചുമക്കാൻ സഹായിക്കുകയാണ്. അന്തിമവിധിയെക്കുറിച്ച് യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ അവനോട് ചോദിക്കും, എപ്പോഴാണ് അലയുന്നവനായിട്ട്, ദാഹിക്കുന്നവനായിട്ട്, വിശക്കുന്നവനായിട്ട്, നഗ്നനായിട്ട്, തടവറയിൽ രോഗിയായൊക്കെ അങ്ങനെ ഞങ്ങൾ കണ്ടത്? അപ്പോൾ അവിടെ നിന്ന് പറയും, ഈ എളിയവരിലൊരുവന് നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ എനിക്കാണ് ചെയ്തത്. എളിയവരിൽ അവിടുത്തെ മുഖം കാണാനായിട്ട് അവിടുന്ന് ഇപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. ആമേൻ. ആറാമിടത്തിൽ വെറോണിക്ക യേശുവിൻ്റെ മുഖം തുടക്കുന്നതാണ്. വെറോണിക്ക എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് ട്രൂ ഇമേജ് ഐക്കൺ വേറെ എന്ന് പറയുന്ന 2 ലത്തീൻ പദങ്ങളിൽ നിന്നാണ്. അവളുടെ തിരശ്ശീലയിൽ അവിടുത്തെ യഥാർത്ഥ മുഖം തെളിയുകയാണ്. ഒരിക്കൽ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ യേശു സൗഖ്യപ്പെടുത്തിയ കഥ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവളിൽ നിന്ന് രൂപപ്പെട്ട സൂചനയാണ് വെറോണിക്ക എന്നൊക്കെ ഉള്ളതാണ് സങ്കല്പം. ഒരിക്കൽ തൻ്റെ ദുഃഖത്തെയും രോഗത്തെയും ശമിപ്പിച്ച ഒരാളെ തേടി ആ സ്ത്രീ ഒരു തുവാലയുമായിട്ട് നിൽക്കുകയാണ്. അവളുടെ തുവാലയിൽ പതിഞ്ഞ മുഖമാണ് നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ടത്. അത് നിന്ദിതനായ, പീഡിതനായ മനുഷ്യപുത്രൻ്റെ മുഖമാണ്. ആമേൻ. ഏഴാമിടത്തിൽ യേശു വീണ്ടും വീഴുക. വീണവംശം എന്നൊക്കെ മനുഷ്യാശയെക്കുറിച്ച് പൊതുവെ പറയാറുണ്ട്, ദ ഫോളൻ റേസ്. ഒരിക്കൽ നമ്മൾ മാലാഖമാരായിരുന്നു, പിന്നെ നമ്മുടെ ചിറകുകളൊക്കെ ഒടിഞ്ഞു പോയി. മനുഷ്യൻ്റെ ചരിത്രത്തിന് വേദപുസ്തക സൂചനയുമായി ബന്ധപ്പെട്ട് 3 പദങ്ങളുണ്ട്. ഒന്നൊരു പർദീസ, 2 പ്രളയം, 3 പെട്ടകം. ഒരിക്കൽ നമുക്കുണ്ടായിരുന്ന മഹത്വം, നമുക്ക് നഷ്ടമായ മഹത്വം, നമ്മൾ വീണ്ടെടുക്കുന്ന മഹത്വം, നമ്മുടെ പെട്ടകത്തിൻ്റെ പേരാണ് യേശു. എട്ടാമിടത്തിൽ ഇനി അവിടുന്ന് ജെറുസലേം പുത്രിമാരെ ആശ്വസിപ്പിക്കുകയാണ്. സ്ത്രീകളെ വലിയ അളവിൽ നിരാകരിച്ചു കൊണ്ടിരുന്നൊരു സംസ്കാരത്തിൽ സ്ത്രീകളുടെ മഹത്വം പിടുത്തം കിട്ടിയ ഒരാൾ, അവരെ ചേർത്ത് പിടിച്ച ഒരാൾ, ആ നിലയ്ക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പുരുഷൻ്റെ പേരാണ് യേശു. അവിടുന്ന് അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ എന്നെ ഓർത്തല്ല കരയേണ്ടത്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. ഏറ്റവും നല്ലത് രൂപപ്പെടുത്താനായിട്ട് ജീവിതം നമുക്കൊരു ഊഴം നൽകിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും നല്ല രൂപപ്പെടുത്താനായിട്ട് അവിടുന്ന് നിങ്ങളുടെ മടിത്തട്ടിലും മാറിലും ഒക്കെ കുഞ്ഞുങ്ങളെ നൽകിയിട്ട് നിങ്ങൾ അവരോട് എന്ത് ചെയ്തു? നമ്മളെയും നമ്മളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് വിലപിക്കേണ്ട വൈകിയാമാണിത്. ഒമ്പതാമിടത്തിൽ യേശു വീണ്ടും വീഴുക, കുരിശിൻ്റെ കഠിനഭാരവും ക്ലേശവും നിമിത്തം. ഞാൻ നിങ്ങൾക്ക് ഒരു നുകം തരുന്നു, ആ നുകം മധുരവും ലഘുവുമാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നുകത്തിന് ആ നാടിൻ്റെ രീതി അനുസരിച്ച് കൽപ്പന, ചട്ടമെന്നൊക്കെയാണ് അർത്ഥം. അവിടുന്ന് നമുക്ക് വെച്ച് നീട്ടിയ ആ പുതിയ കൽപ്പന എന്താണ്? പുതിയ ചട്ടം എന്താണ്? സ്നേഹമല്ലാതെ മറ്റെന്താണത്? സ്നേഹത്തിൻ്റെ ആൽക്കമിയിൽ എല്ലാ നുകത്തിനും ഭാരക്കുറവുണ്ട്, എല്ലാ നുകവും ലഘുവാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ കഠിനക്ലേശങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യർ ഈ നാട്ടിൽ കത്തെഴുതി ഇങ്ങനെ അവസാനിപ്പിച്ചിരുന്നത്: എനിക്കിവിടെ സുഖം തന്നെ. ആമേൻ.
10-ാം ഇടത്തിൽ വയൽപ്പൂക്കളെ സോളമനേക്കാൾ ഭംഗിയായി അലങ്കരിച്ച ഒരാൾ നഗ്നനാക്കപ്പെടുകയാണ്, വിവസ്ത്രനാക്കപ്പെടുകയാണ്. അയാളുടെ അങ്കിയെക്കുറിച്ച് പാരമ്പര്യം പറയുന്നത് അത് തുന്നലില്ലാത്തൊരു അങ്കിയായിരുന്നു. അടിപൊളി ഇങ്ങനെ നെയ്തെടുത്ത ഒന്നാണ്, അകവും പുറവും ഒന്നാണ്. അയാൾ അനുഭവിച്ച പുലർത്തിയ സമഗ്രതയുടെ പ്രതീകമായിട്ടാണ് അങ്കി വാഴ്ത്തപ്പെടുന്നത്. ഇൻറ്റഗ്രിറ്റി. നഗ്നത വെറുതെ വിവസ്ത്രതയുടെ കഥയല്ല, ശരീരത്തിലും മനസ്സിലുമൊക്കെ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന അപമാനങ്ങളാണ്. അതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞത്, നഗ്നനെ ഉടുപ്പിക്കുക. അവനവൻ്റെ പരിസരങ്ങളിൽ തലകുനിയേണ്ടി വന്ന മനുഷ്യരൊക്കെ ചേർത്ത് പിടിക്കാനായിട്ടാണ് വിവസ്ത്രനായൊരു ഗുരു ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആമേൻ. പതിനൊന്നാമിടത്തിൽ അവർ യേശുവിനെ കുരിശിൽ തറക്കുകയാണ്. അവൻ നന്മ ചെയ്തു, ചുറ്റി സഞ്ചരിച്ചു എന്നാണ് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത്. ചുറ്റി സഞ്ചരിച്ച ആ പാദങ്ങളെ നിശ്ചലമാക്കുകയാണ്. നിശ്ചലത എന്തൊരു കഠിനമായ ദുര്യോഗമാണ്. ഏറ്റവും വിഷാദഭരിതമായ വരികളെക്കുറിച്ച് എഴുതുമ്പോൾ നിരുത പറയുന്ന കണക്ക് മഴയത്ത് നിലച്ചു പോയ ഒരു തീവണ്ടി പോലെ ജീവിതം. എന്നും ചലനത്തിൻ്റെയും സഞ്ചാരത്തിൻ്റെയും പ്രതീകമായി മാറിയ ഒന്ന് കൊടിയ ശൈത്യത്തിൽ ഇങ്ങ് നിലച്ചു പോവുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് നിലച്ചുപോയ മനുഷ്യരെ ഓർമ്മിക്കാം. അവരുടെ ജീവിതത്തിൻ്റെ ഗതികളെ മുമ്പോട്ട് പോകാനായിട്ട് ഒരു കാറ്റലിസ്റ്റ് ആകാനായിട്ടുള്ള ധൈര്യമുണ്ടോ നമുക്ക്? ആമേൻ. പന്ത്രണ്ടാമിടം യേശു കടന്നു പോവുകയാണ്. അബ്ബാ, അങ്ങേ കരങ്ങളിൽ ഞാൻ എൻ്റെ പ്രാണനെ അർപ്പിക്കുന്നുവെന്നൊക്കെ മന്ത്രിച്ച, അവിടുന്ന് ആദ്യം ഉച്ചരിച്ച വാക്കായിരുന്നു അത്, അബ്ബ. 12-ാം വയസ്സിൽ ഒരു കുട്ടിയെ ഉത്സവനാളിൽ കളഞ്ഞു പോകുന്നുണ്ട്. അവനെ കണ്ടെത്തുമ്പോൾ തൻ്റെ വളർത്ത് പിതാവിനോടും അമ്മയോടും അയാളിങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരിക്കേണ്ടതല്ലേ. 12 വയസ്സെന്ന് പറയുന്നത് പ്യൂബർട്ടി ഏജാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ വളരുന്ന പ്രായമാണ്. ശരീരം പാകപ്പെട്ട ആ കാലത്ത് തന്നെ അയാളുടെ ആന്തരികതയും പാകപ്പെട്ടു. ആ പാകപ്പെട്ട ആന്തരികതയിൽ നിന്നാണ് അബ്ബ, അച്ചാന്നോ അപ്പാന്നൊക്കെ വിവർത്തനം ചെയ്യേണ്ട ആ പദം രൂപപ്പെട്ടത്. അതിൽ തന്നെ അവസാനിക്കണം. മടക്കയാത്രയാണ്. ആ പഞ്ചഭൂതങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അതൊക്കെ മടക്കി കൊടുക്കണം. ആത്മാവ് നിന്നിലേക്കും. മരണം എത്ര സ്വച്ഛമായ അനുഭവമായിട്ടാണ് ആ കുരിശിലേക്ക് വിരുന്നു വരുന്നത്. ആമേൻ. പതിമൂന്നാമിടത്തിൽ അമ്മമേരുടെ മടിത്തട്ടിൽ അവർ അവനെ കിടത്തുകയാണ്. ഒറ്റമുറിവായി മാറിയ മകൻ്റെ ശരീരം. ആമേൻ എന്ന ചെറിയൊരു പദമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥനകളൊന്ന്. അതങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. ലെറ്റ് ഇറ്റ് ബി സോ. ദൈവഹിതത്തോട് അതെന്ന് പറയാനായിട്ട് വലിപ്പം കാണിച്ച ഒരു സ്ത്രീയുടെ പേരാണ് മേരി. മൈക്കലാഞ്ചലോ ഈ നിമിഷത്തെ ഭദ്രമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. പിയാത്ത എന്നാണ് അയാളതിന് പേരിട്ടത്. കരുണയാണ്. അടിമുടി തകർക്കുന്ന ദുഃഖമല്ല, ആരോടുമുള്ള രോഷവുമല്ല, കരുണ. ആ നിത്യകരുണയുടെ പേരാണ് മേരി. എന്തുകൊണ്ടാണ് അമ്മമാരുടെ മടിത്തട്ട് കുഞ്ഞുങ്ങൾക്ക് മരിച്ചു കിടക്കാനുള്ള ഇടമായിട്ട് മാറുന്നത്? എല്ലാ അമ്മമാർക്കും ഒരു സ്വപ്നമുണ്ട്, കുഞ്ഞുങ്ങളുടെ കയ്യിൽ കിടന്ന് മരിക്കുക. എന്നിട്ടോ എന്തുകൊണ്ടാണ് അത്തരം ലളിതമായ സങ്കല്പങ്ങൾ പോലും നമ്മുടെ അമ്മമാർക്ക് നിഷേധിക്കപ്പെടുന്നത്? കുരിശിൻ്റെ വഴി തീരുകയാണ്. അവർ അവനെ കല്ലറയിലടക്കുന്നു. മെക്സിക്കൻ ഒരു കവിതയുണ്ട്, കുഴിച്ചുമിടുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്നേക്കുമായി അവസാനിച്ചെന്ന്, പക്ഷേ ഞങ്ങൾ വിത്തുകളായിരുന്നു. എല്ലാ വിത്തുകളും നിശ്ചയമായിട്ടും മുളച്ചു പൊന്തും. അവിടുന്ന് വിതച്ച സ്നേഹം, പരാർത്ഥത, അനുകമ്പ എന്നിവയുടെ വിത്തുകൾ ഭൂമിയിലെങ്ങും കൊയ്ത്തായി നിൽപ്പുണ്ട്. ഒരു തോട്ടത്തിലെ
കല്ലറയിലാണ് അയാൾ അടക്കുന്നത്. ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ തോട്ടത്തിൽ തനിക്ക് വേണ്ടി പണിത് വെച്ച കല്ലറയാണത്. അത് കുറച്ച് മെഡിറ്റേഷൻ ആവശ്യമുള്ള വിചാരമാണ്. തോട്ടം എല്ലാവിധ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണങ്ങളുടെയും ഒക്കെ ഇടമാണ്. ആ ഇടത്തിലും ഇത്തിരി ഇടം അയാൾ തൻ്റെ മരണബോധത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഓരോരുത്തരുടെയും മരണബോധത്തിലാണ് അഗാധമായ എല്ലാ ചിന്തകളും വേരിടുന്നതും പൂവിടുന്നതും. അയാൾക്കും നിങ്ങൾക്കും സ്തുതിയായിരിക്കട്ടെ. മരം മനുഷ്യനോട് ചോദിച്ചു, എത്രയോ കാലമായിട്ട് എത്രയോ ചില്ലകൾ വെട്ടി നിങ്ങൾ എത്രയോ കുരിശുകൾ പണിതു, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഒരു ക്രിസ്തു ഇനിയും രൂപപ്പെടാത്തത്? മനുഷ്യന് മരത്തോട് എന്നെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ. താങ്ക് യു.